അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ പലപ്പോഴും വ്യത്യസ്തതയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. ഒരിക്കലും കോൺഗ്രസിനെ തള്ളി പറഞ്ഞിട്ടില്ല. ശശി തരൂർ നേരത്തെ മല്ലികാർജുൻ ഖാർഗെയോട് മത്സരിച്ച് പരാജയപ്പെട്ട നേതാവാണ്. എങ്കിൽ പോലും അദ്ദേഹം 1000-ലേറെ വോട്ടുകൾ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ കരസ്ഥമാക്കിയിരുന്നു. അത് മാത്രമല്ല, മല്ലികാർജുൻ ഖാർഗെ കൃത്യമായി പറഞ്ഞു, തരൂർ കോൺഗ്രസിന് അഭിമതനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സേവനം വർക്കിംഗ് കമ്മിറ്റിക്ക് ആവശ്യമാണ് താനും. അത്തരത്തിലേക്കൊരു നിലപാടാണ് തരൂറിന് വലിയ പിന്തുണ, ജനകീയത ഒക്കെ ദേശീയ തലത്തിൽ പോലും കൈവരിക്കാൻ കാരണമായത്. ശശി തരൂർ കൃത്യതയാർന്ന നിലപാട് തന്നെയാണ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പലപ്പോഴും കോൺഗ്രസിലെ അധികായന്മാരായ നേതാക്കൾ വിളിച്ച് കളിയാക്കുമ്പോഴും 2009 ആദ്യമായി തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99,998 വോട്ടുകൾക്ക് വിജയിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഒരു ഘട്ടത്തിലും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല, കോൺഗ്രസും തള്ളിപ്പറയേണ്ടി വന്നിട്ടില്ല. അത്രയ്ക്ക് അഭിമാനം ഉയർത്തി കഴിഞ്ഞിരുന്നു. 2014 മോദി തരംഗം ആഞ്ഞടിച്ചിട്ടും തിരുവനന്തപുരത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ 15,000-ഓളം വോട്ടുകൾക്ക് ശശി തരൂറിനെ തിരുവനന്തപുരത്തുകാർ ജയിപ്പിച്ചു. അതിൻ്റെ ഒരു മാസ്റ്റർ ഇഫക്റ്റ് തന്നെയാണ് ഇക്കുറി നടക്കാൻ പോകുന്നത് എന്നതിൽ സംശയവും വേണ്ട. വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അസാധ്യമായ മാജിക്ക് തരൂർ ഇഫക്റ്റ് തന്നെയെന്ന് എല്ലാവരും പറയുന്നുണ്ട്. തരൂറിന്റെ രാഷ്ട്രീയ ഭാവി എന്ത് രീതിയിലായിരുന്നാലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കോൺഗ്രസിനുള്ളിൽ വലിയ പ്രത്യേകത തന്നെയാണ് ഉള്ളത്. ഇക്കുറി BJP അധികാരത്തിലേക്ക് വരില്ല എന്ന് തരൂർ കൃത്യതയാർന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. തരൂറിന്റെ ഈ വാക്കുകൾ BJPക്കുള്ളിൽ ഉണ്ടാക്കുന്ന അസ്വാരസ്യം ചെറുതൊന്നുമല്ല. എല്ലാം കണ്ടും പഠിച്ചും തന്നെയാണ് തരൂർ പറയുന്നത്. ഒരു കൊല്ലത്തിനു മുമ്പ് നരേന്ദ്രമോദിക്കല്ലാതെ മറ്റാർക്കാണ് സാധ്യതയെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞ തരൂർ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയല്ലോ എന്ന് പലരും പറഞ്ഞിരുന്നു. എന്നാൽ അതേ തരൂർ തന്നെ ഇക്കുറി പറഞ്ഞു, താൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു കൊല്ലം മുമ്പെയാണ്, അന്ന് BJPക്ക് വീണ്ടും ഹൈപ്പ് ഉണ്ടാകും എന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്നാൽ ഇന്നത്തെ സ്ഥിതി അങ്ങനെയല്ല. ഏകാധിപത്യ മാർഗവും ദുഷിച്ച വഴികളും മാത്രമാണ് അവർ തേടുന്നതെന്നും അതിന് കൃത്യതയാർന്ന മറുപടി ഇന്ത്യ മുന്നണി കൊടുക്കുക തന്നെ ചെയ്യുമെന്നും ഇന്ത്യയിൽ എല്ലാ മേഖലയിലും ആധിപത്യം കൈവരിക്കാൻ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും കഴിയുമെന്നും തരൂർ പറയുന്നത്